സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മോഡ്യൂൾ 2 ആണ്. സോ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് നമ്മളുടെ കമ്പൈലറിൻ്റെ സെക്കൻഡ് ഫേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് സിൻടാക്സ് അനലൈസർ. സോ സിൻടാക്സ് അനലൈസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ലെക്സിക്കൽ അനലൈസറിനകത്തോട്ട് നമ്മുടെ എക്സ്പ്രഷനെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ സ്ട്രിങ്ങിനെ കൊടുക്കുമ്പം നമുക്ക് ടോക്കൺസ് ആയിട്ടാണ് കിട്ടുന്നത്. എന്നാൽ ഈ ടോക്കൺസിന് പക്കാ സിൻടാക്സ് ഉണ്ടോ അല്ലെങ്കിൽ പക്കാ സ്ട്രക്ചർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിൻടാക്സ് അനലൈസറിനകത്തോട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പ്രീവിയസ് മോഡ്യൂളിൽ പാഴ്സറിൻ്റെ റോൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ സോഴ്സ് പ്രോഗ്രാം നമ്മൾ കൊടുക്കും. സോ സോഴ്സ് പ്രോഗ്രാം നമ്മൾ കൊടുക്കുമ്പോഴത്തേനും എവിടെയാണ് കൊടുക്കുന്നത്? നമ്മൾ ലെക്സിക്കൽ അനലൈസറിൽ സോഴ്സ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ നമുക്ക് ടോക്കൺസ് ആയിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പാഴ്സറിലോട്ട് നമ്മൾ പോകുന്നതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ടോക്കൺസ് ആണ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പാഴ്സ് ട്രീ ആണ്. ഓക്കെ, ഇനി പാഴ്സറിന് ഒരു ടോക്കൺ കിട്ടിക്കഴിയുമ്പോൾ പാഴ്സർ എടുത്ത് നെക്സ്റ്റ് ടോക്കണിന് വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് പാഴ്സറും ലെക്സിക്കൽ അനലൈസറും തമ്മിൽ ടോക്കൺസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മൾ റെപ്രസെൻറ്റേഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എല്ലാത്തിനും സിമ്പിൾ ടേബിൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ ഒരു മോഡ്യൂൾ ആദ്യമേ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിൻടാക്സ് എറർ ഹാൻഡ്ലിംഗ് ആണ്. അതായത് നമ്മൾക്ക് സിൻടാക്സ് എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ് അവിടെ വരുന്നത്? നമ്മൾക്ക് തന്നിരിക്കുന്ന ടോക്കൺസിലെ സിൻടാക്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ച് അതിനെ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ സിൻടാക്സ് എറർ ഹാൻഡ്ലിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പാഴ്സർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പാഴ്സർ ചെയ്യാനായിട്ട് അത് 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് പ്രസൻസ് ഓഫ് എറർ ആക്യുറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതായത് ഇപ്പം എൻ്റെ സോഴ്സ് പ്രോഗ്രാമിൽ നിന്ന് ഞാൻ ടോക്കൺസ് കൺവേർട്ട് ചെയ്തു, അതിലെവിടെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാഴ്സർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സിൻടാക്സ് അനലൈസർ എന്ന് പറയുന്നത് അവിടെ പ്രോപ്പറായിട്ട് എറേഴ്സിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. രണ്ടാമത്തത് റിക്കവറി, അതായത് എന്തെങ്കിലും ഒരു എറേഴ്സ് വന്നെന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് അടുത്ത ആക്ഷനിലോട്ട് പോകാനായിട്ട് സാധിക്കണം. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ഡൗൺ ഉണ്ടാവാനായിട്ട് പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു എറർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. ഈ ഒരു എറർ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഞാനിപ്പം ചെയ്യുകയാണ്, ഇനിയിപ്പോൾ എറർ മെസ്സേജ് ഞാൻ അയച്ചിട്ട് അത് പയ്യെ ഞാൻ റിക്കവർ ആകുമ്പോഴത്തേനും ടോട്ടൽ പ്രോഗ്രാമിനെ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്ന ടൈം കൂടും. അപ്പം പ്രോസസ്സിങ് ടൈം കൂടാൻ പാടില്ല. എറേഴ്സിനെ കറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് റിക്കവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്പീഡ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഈ 3 ഗോൾസാണ് ഒരു എറർ ഹാൻഡ്ലറിന്, പാഴ്സറിലുള്ള ഒരു എറർ ഹാൻഡ്ലറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എറർ റിക്കവറി സ്ട്രാറ്റജീസ് ആണ്. പല സ്ട്രാറ്റജീസാണ് നമ്മളിവിടെ ഡയറക്റ്റ്ലി 4 സ്ട്രാറ്റജീസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് പാനിക് മോഡ് റിക്കവറി. പാനിക് മോഡ് റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മൾ 2 മെയിൻ ഫങ്ഷനാലിറ്റിയാണ് പാനിക് മോഡ് റിക്കവറിയിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എലിമിനേഷൻ. അതായത് നമ്മൾ ഒരു പാഴ്സർ ഇപ്പം ഒരു ഇൻപുട്ട് സിമ്പിൾ ഇപ്പം നമുക്ക് കിട്ടി, അതിലെന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിളിനെ പയ്യെ ഡിസ്കാർഡ് ചെയ്യും. അത് യൂഷ്വലി സംഭവിക്കുന്നത് ഡീലിമിറ്റേഴ്സിൻ്റെ കേസിലാണ്. അതായത് സ്പേസസ്, കോളൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പാഴ്സർ ഇൻപുട്ട് സിമ്പിൾസിനെ ഡിസ്കാർഡ് ചെയ്യും. രണ്ടാമത്തേന്ന് പറയുന്നത് സ്കിപ്പിംഗ്. ഒന്നെങ്കിൽ ഡിസ്കാർഡിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസിനെ നമ്മൾ സ്കിപ്പ് ചെയ്യും. ബിക്കോസ് അഡീഷണൽ എറേഴ്സ് വരാതെ നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളവിടെ ടൈമും സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൺസിഡറേറ്റ് എമൗണ്ട് സ്കിപ്പ് ചെയ്ത് നമ്മൾ വീണ്ടും നോക്കും എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ പാനിക് മോഡ് റിക്കവറി എന്ന് പറയുമ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ക്വിക്കായിട്ട് റിക്കവറി ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിൾ സൊല്യൂഷനാണ് നമ്മൾ പാനിക് മോഡ് റിക്കവറിയിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഡിസ്കാർഡിങ് ഇൻപുട്ട് സിമ്പിൾസ് 1 at a time, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കിപ്പിംഗ് എ കൺസിഡറേറ്റ് amount of input. അപ്പോൾ അത് കറക്ഷൻ ബേസിസിലാണത് വരുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഫ്രേസ് ലെവൽ റിക്കവറി. ഫ്രേസ് ലെവൽ റിക്കവറി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് ഇവിടെയാണ് എഡിറ്റിംഗ് വരുന്നത്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ റീപ്ലേസിങ് അല്ലെങ്കിൽ ഡിലീറ്റിംഗ് അല്ലെങ്കിൽ ഇൻസേർട്ടിങ് എന്നീ കൺസെപ്റ്റ്സ് ഒക്കെ വരുന്നതാണ് ഫ്രേസ് ലെവൽ റിക്കവറി എന്ന് പറയുമ്പോഴത്തേനും. ഞാൻ കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഇൻറ്റ് സി. ഇപ്പം ഇൻറ്റിന് EINT സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം അവിടെ എററാണ് അല്ലേ, ഇതൊരു എക്സ്ട്രാ സാധനമാണ്, ഇതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്യുവാണ്.
ഇതെന്ന് പറയുന്നത് ഫ്രേസ് ലെവൽ റിക്കവറിയിലാണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഇൻപുട്ട് സിമ്പിളിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുവാണ് 1 at a time. അതിന് നമ്മൾ ഒറിജിനൽ സോഴ്സ് പ്രോഗ്രാമിൽ ഒരു രീതിക്കുള്ള ചേഞ്ചസും വരുന്നില്ല. കാരണം അത് റീഡ് ചെയ്യുമ്പോഴത്തേനുമുള്ള ചേഞ്ചസ് ആണ് പാനിക് മോഡ് റിക്കവറിയിൽ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സോഴ്സ് പ്രോഗ്രാമിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. റീപ്ലേസിങ് ആയിക്കോട്ടെ, ഡിലീറ്റിംഗ് ആയിക്കോട്ടെ, ഇൻസേർട്ടിങ് ആയിക്കോട്ടെ. അടുത്തതെന്ന് പറയുന്നത് എറർ പ്രൊഡക്ഷൻ ആണ്. സോ എറർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എറർ പ്രൊഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്കൊരു എറർ വന്നു, അപ്പോൾ ആ ഒരു എറർ ഡയഗ്നോസിസിനായിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എററിനെ സോൾവ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സോ ഇഫ് ദർ ആർ എ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഇൻ ഓർഡർ ടു റിസോൾവ് എറർ, അല്ലെങ്കിൽ ഈ ഒരു എററിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ സ്റ്റെപ്സിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമുക്കിവിടെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് എറർ റിക്കവറിക്കും അതിൻ്റെ ഡയഗ്നോസിസിനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇഫ് ദർ ഇസ് എ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഫോർ റിസോൾവിങ് എനി എറർസ്, അതിനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലോബൽ കറക്ഷനാണ്. ഗ്ലോബൽ കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ കമ്പൈലർ ഇറ്റ്സെൽഫ് ചേഞ്ചസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇൻകറക്റ്റ് ഇൻപുട്ട് സ്ട്രിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പൈലർ തന്നെ ചേഞ്ചസ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മളൊരു എറർ ഹാൻഡ്ലറിലോട്ട് നമ്മൾ ഈ ഒരു കർത്തവ്യം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ പാസ് ഓൺ ചെയ്ത് കൊടുക്കത്തില്ല. ഇനി അടുത്ത് നമ്മൾ കമ്പൈലർ ഡിസൈൻ്റെ സെക്കൻഡ് മോഡ്യൂളിൽ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. സോ ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് CFG എന്നും പറഞ്ഞുകൊണ്ടാണ് അല്ലേ. നമ്മളെല്ലാം നേരത്തെ ഫ്ലാറ്റിൻ്റെ ടേംസിൽ നോക്കിയിട്ടുള്ള സെയിം സാധനമാണ്, എന്നാലും ഒന്നുകൂടൊന്ന് പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, നമ്മുടെ CFGയുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ടെർമിനൽസ് ആണ് അല്ലേ. ടെർമിനൽസ്. സോ ടെർമിനൽസ് എന്ന് പറയുന്നത് നമ്മൾ ലോവർ കേസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബേസിക് സിമ്പിൾസ് ഫ്രം വിച്ച് ദ ഗ്രാമർ ഇസ് ഫോംഡ്. അതായത് നമ്മൾ യൂഷ്വലി ടോക്കൺ നെയിം എന്നൊക്കെ പറയുന്നില്ല, അത് ബേസിക്കലി ടെർമിനൽസിനെയാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. A, B, C എന്നീ പറയുന്ന സ്മോൾ ലോവർ കേസിലുള്ളതിനെയൊക്കെ നമ്മൾ ടെർമിനൽസിൻ്റെ കീഴിലോട്ടാണ് വെക്കുന്നത്. പിന്നെ ടെർമിനൽസിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് നോൺ ടെർമിനൽസ് ആണ്. ഓക്കെ, നോൺ ടെർമിനൽസ് യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പർ കേസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി നോൺ ടെർമിനൽസിന് ബേസിക്കലി നമ്മൾക്ക് ഈ ഒരു സംഭവത്തിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് സെറ്റ് ഓഫ് സ്ട്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എക്സ് വേണ്ട, A, B, S ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പിന്നെയും സെറ്റ്സ് ഓഫ് സ്ട്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവരെ നമ്മൾ നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാർട്ട് സിമ്പിൾ. സ്റ്റാർട്ട് സിമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു പ്രൊഡക്ഷനും ബിഗിൻ ചെയ്യുന്നത് സ്റ്റാർട്ട് സിമ്പിൾ വെച്ചിട്ടാണ്. പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒരു കോമ്പിനേഷൻ ഓഫ് ടെർമിനൽസ് ആൻഡ് നോൺ ടെർമിനൽസ് ആണ് കാണുക. അപ്പം ഇവരെ ഒരു സ്ട്രിങ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ആ ഒരു ടെർമിനൽസിനെയും നോൺ ടെർമിനൽസിനെയും യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രൊഡക്ഷനിൽ പറയുന്നത്. നമുക്കറിയില്ല, പ്രൊഡക്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ S gives AB എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ആണല്ലേ. അപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ എഴുതിയ എക്സാമ്പിൾ പ്രൊഡക്ഷൻ നോക്കിക്കേ, ഇതിൻ്റെ LHS അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ടെർമിനൽ ആയിരിക്കും. ഒരിക്കലും ഒരു ടെർമിനൽ ലെഫ്റ്റ് സൈഡിലോട്ട് വരത്തില്ല. പിന്നെ ഈ ഒരു സിമ്പിൾ എന്ന് പറയുമ്പോൾ ഈക്വേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ RHS എന്ന് പറയുന്നത് നമുക്ക് ഒന്നെന്നുണ്ടെങ്കിൽ എപ്സിലോൺ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടെർമിനൽസ് നോൺ ടെർമിനൽസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ടെർമിനൽസ് അല്ലെങ്കിൽ ഉള്ളി നോൺ ടെർമിനൽസ് ആയിരിക്കാം. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് E gives E + E സ്റ്റാർ E പിന്നെ ബ്രാക്കറ്റിൽ E ആൻഡ് ID. ഇതിലെ നമ്മൾക്ക് ഫസ്റ്റ് ആയിട്ട് വരാം. ആദ്യമേ നമ്മൾ പഠിച്ചത് എന്താണ്? ടെർമിനൽസ് ആണ്. ഇവിടുത്തെ ടെർമിനൽസ് എന്ന് പറയുന്നത് പ്ലസ്, മൾട്ടിപ്ലിക്കേഷൻ, ഈ 2 ബ്രാക്കറ്റ്സും IDയുമാണ്. നോൺ ടെർമിനൽസ് ഏതൊക്കെയാണ്? E എന്ന് പറയുന്നതാണ് നമ്മുടെ നോൺ ടെർമിനൽ. സ്റ്റാർട്ട് സിമ്പിളും E തന്നെയാണ്. അതായത് നമുക്കിപ്പം ഒരു പ്രൊഡക്ഷനിൽ നമുക്ക് സ്റ്റാർട്ട് സിമ്പിൾ ഏതാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഹെഡിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തേക്കുന്നത്. ആൻഡ് യെസ്, പിന്നെ നമ്മൾ ഇതിനെ ഓരോന്നിനെയാണ് ഇപ്പോൾ E gives E + E gives E സ്റ്റാർ ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രൊഡക്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്.
അടുത്ത് നമ്മൾ നോക്കുന്നത് നൊട്ടേഷണൽ കൺവെൻഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ടെർമിനൽസ്, ഇതൊക്കെയാണ് നോൺ ടെർമിനൽസ് എന്ന് പറയുന്നതിന് പകരം നമുക്കൊരു സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് ഇവരെ നോൺ ടെർമിനൽസ് എന്നും ടെർമിനൽസ് എന്നും പറഞ്ഞാൽ ഏതൊക്കെയാണ് നോൺ ടെർമിനൽസും ടെർമിനൽസും എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ടാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ ടെർമിനൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ലോവർ കേസ് ആൽഫബറ്റ്സ് അല്ലെ സിമ്പിൾസ് ആണ്. ഞാൻ പറഞ്ഞു ABC ഇതൊക്കെയാണ് ടെർമിനൽസിൻ്റെ കീഴിൽ വരുന്നത്. ഓപ്പറേറ്റേഴ്സ് പ്ലസ്, സ്റ്റാർ, മൈനസ് ഒക്കെ ടെർമിനൽസിൻ്റെ കീഴിൽ വരും. പിന്നെ പങ്ക്ച്വേഷൻസ്, അതായത് പാരാന്തസിസ്, കോമ, ഇതൊക്കെ നമ്മൾക്ക് ടെർമിനൽസിൻ്റെ കീഴിൽ വരും. ഡിജിറ്റ്സ് 0 to 9 നമുക്ക് ടെർമിനൽസിൻ്റെ കീഴിൽ വരും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബോൾഡ് ഫേസ് സ്ട്രിങ്സ് നമ്മൾ പറയും, അതായത് ID, ഇഫ്, ഇവരൊക്കെ ടെർമിനൽസിൻ്റെ കീഴിലാണ് വരുന്നത്. ദേ ആർ റെപ്രസെൻറ്റഡ് ബൈ സിംഗിൾ ടെർമിനൽ സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് നോൺ ടെർമിനൽസിന് ഏതൊക്കെയാണ് നോൺ ടെർമിനൽസ് നമ്മൾ വിശേഷിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ അപ്പർ കേസ് ആൽഫബറ്റ്സ്, അതായത് ABC, ഇവരെയൊക്കെ നമ്മൾ നോൺ ടെർമിനൽസ് ആയിട്ട് പറയും. നമ്മളുടെ സ്റ്റാർട്ട് സിമ്പിൾ ഒബ്വിയസ്ലി ഒരു നോൺ ടെർമിനൽ ആയിരിക്കും. പിന്നെ ഇറ്റാലിക്സിൽ കൊടുത്തേക്കുന്ന നെയിംസ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു PDF ടെക്സ്റ്റ് ബുക്കോ ഒക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. EXPR, STMT എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറ്റാലിക്സിൽ കൊടുക്കും. അവരൊക്കെ നമ്മൾ നോൺ ടെർമിനൽസ് ആയിട്ട് പറയും. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ട്, XYZ. ഇവരെ യൂഷ്വലി നമുക്ക് ടെർമിനൽസ് ആയിട്ടോ നോൺ ടെർമിനൽസ് ആയിട്ടോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ UVZ എന്നൊക്കെ പറയുന്നത് സ്ട്രിങ്ങിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ്. ചിലപ്പോൾ W ഒക്കെ നമ്മൾ സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യാൻ, എൻറ്റയർ സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കും. നമ്മൾ ഫ്ലാറ്റ് പഠിക്കുമ്പോൾ കണ്ടായിരുന്നു W = AA BB എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അങ്ങനെ ഈ ഒരു ആൽഫബറ്റിനെ നമുക്ക് സ്ട്രിങ്സിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഗ്രീക്ക് ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ആൽഫ, ബീറ്റ, അവരെയും നമുക്ക് സ്ട്രിങ്സിനെ ആയിട്ട് ഡിനോട്ട് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചിലപ്പം ചില പ്രൊഡക്ഷൻസ് കാണും. A gives alpha 1, A gives alpha 1, A gives alpha 2, A gives alpha 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ നമുക്ക് A gives alpha 1 bar, alpha 2 bar, alpha 3 എന്ന് എഴുതാം. ഈ ഒരു ബാർ എന്ന് പറയുന്നത് ഓർ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് Aക്ക് ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്ഷനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്.